എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്നത് ഞങ്ങൾ നേരത്തെ വയലിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. ഞങ്ങൾ മറ്റൊരു വയലിലോട്ടാണ് പോകുന്നത്. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നെയ്വള്ളി എന്ന് പറയുന്ന ഒരു ഇല കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ തോട്ടയിട്ട് ഞങ്ങളത് എടുക്കുവാനായിട്ട് നോക്കുവാണ്. ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഇലയ്ക്കുള്ളത്. പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ലേഹ്യത്തിൽ ചേർക്കാനായിട്ട് ഈ ഒരു ഇല ഉപയോഗിക്കാറുണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നെയ്വള്ളി ഇല. ഇത് ലേഹ്യത്തിൽ മാത്രമല്ല പായസം ഉണ്ടാക്കുവാൻ ഈ ഒരു ഇല നല്ലതാണ്. അതുമാത്രമല്ല വയറുവേദനയ്ക്കും വയറിന് നല്ല തണുപ്പ് കിട്ടാൻ ഈ ഒരു ഇല നല്ലതാണ്. ഇതെനിക്ക് മമ്മിയാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ വയലിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. സൈഡിൽ നിന്ന് ഒരു വലിയ മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണ് വഴിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണം. എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കുവാണ്. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഞാൻ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ മാറ്റുന്നതിനിടയിൽ ഇതിൻ്റെ മുള്ള് കൊണ്ടിട്ട് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അധികം റിസ്ക് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. തിരിച്ച് നടന്ന് വേറൊരു വഴിയിൽ കൂടെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏകദേശം വയലിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കപ്പ കൃഷിയാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം ചേമ്പിൻ്റെ കൃഷികളും ഇതിനിടയിൽ വാഴയും ഉണ്ട് കേട്ടോ. ചേമ്പും വാഴയും ഇങ്ങോട്ട് ഫുള്ളും നോക്കിയാൽ കൃഷികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് വയലിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ചേനയാണ് കേട്ടോ. ഇത് ഫുള്ളും ചേനയാണ്. പിന്നെ മറ്റൊരു സൈഡ് നോക്കുമ്പോൾ ചേമ്പും കാണാൻ പറ്റും. ഇതിനിടയിൽ ഫുള്ളും വാഴയാണ്. വാഴകളെല്ലാം കുലച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ പേര് ചൊരക്ക എന്നാണ്. ഇത് തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ അവിയലിനും സാമ്പാറിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ചൊരക്ക എന്നാണ്. അപ്പോൾ ഇതിനിടയിൽ മമ്മി എനിക്ക് ചേമ്പിൻ്റെ പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കത് നല്ല രസമായിട്ട് തോന്നി. ഞാനത് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഈ വാഴയുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.